നാമം മഹത്വപ്പെടട്ടെ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-ാം തിരുവചനത്തിലെ നമ്മുടെ സ്വർഗീയ പൗരത്വം 2-ാം ഭാഗം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അപ്പോൾ അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. പൗരത്വം എന്ന വാക്കിന് പൊളിറ്റുമ എന്ന പദമാണ് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മാമോദീസായിലൂടെ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന വിശ്വാസിയെ നിയന്ത്രിക്കുന്ന ഘടകം ഉയരത്തിൽ നിന്നാണ് വരുന്നത്. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും എന്ന കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള ഭാഗം ഇത് വെളിപ്പെടുത്തുന്നു. ഭൗതിക ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ പൗലോസ് അപ്പോസ്തലൻ ആവശ്യപ്പെടുന്നില്ല. എന്നാൽ ഭൗതിക ജീവിതത്തിൽ പ്രത്യാശ നൽകുന്ന ഘടകം ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന വിശ്വാസിക്ക് ജീവിതത്തിൽ പ്രത്യാശയുണ്ടായിരിക്കും. ഭൗതിക ജീവിതത്തിൽ ഒരു ക്രിസ്ത്യാനി വസിക്കുന്നത് ദൈവരാജ്യത്തിൽ അഥവാ സ്വർഗരാജ്യത്തിലാണ്. ദൈവരാജ്യത്തിൻ്റെ സമ്പൂർണ്ണത ക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവോടുകൂടിയ യാഥാർത്ഥ്യമാവൂ. എങ്കിലും റോമാലേഖനം 6-ാം അധ്യായം 3-ൽ പറയുന്നത് പോലെ ക്രിസ്തുവിനോടുകൂടി സ്നാനം മൂലം ചേർന്നിരിക്കുന്ന നാം അവിടുത്തോടൊപ്പം ദൈവത്തിൽ മറഞ്ഞിരിക്കുകയും, കൊലോസ്യർ 3 നമുക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാകുകയും 1:21 ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട വിശ്വാസത്താൽ ഇന്ന് ക്രിസ്തുവിൽ ജീവിക്കുകയും, ഗലാത്യർ 2:20 ജീവിക്കുകയും ചെയ്യുന്നതിനാൽ നാം സ്വർഗരാജ്യത്തിലെ പൗരന്മാരാണ്. സ്വർഗരാജ്യത്തിലെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ബാധ്യസ്ഥരാണ്. നമ്മുടെ കൂറും ഭക്തിയും ദൈവത്തോടും അവിടുത്തെ നിയമങ്ങളോടും ആയിരിക്കണം. എന്നാൽ ക്രിസ്തു നമ്മോട് പറയുന്നത് പോലെ നാം ഇഹലോകത്തിൽ വസിക്കുമ്പോൾ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കേണ്ടതുണ്ട്. അധികാരം യഹോവയാൽ വരുന്നു എന്നോർക്കുക. റോമാലേഖനം 14-ാം അധ്യായം 17-ൽ പറയുന്നത് പോലെ സ്വർഗരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമായതിനാൽ ക്രിസ്തീയ ജീവിതം കൊണ്ട് നാം ആർജിച്ചെടുക്കേണ്ടതായ പരിശുദ്ധാത്മ ഫലങ്ങളും ദൈവത്തിൻ്റെ ദാനമായ വരങ്ങളും അനുഭവിച്ച് ജീവിക്കുവാൻ എല്ലാ വിശ്വാസിക്കും സാധിക്കണം. സ്വർഗീയ പൗരത്വം സ്വർഗരാജ്യത്തിൻ്റെ അവകാശം നൽകുമ്പോൾ തന്നെ അതിലെ ചുമതലകളെക്കുറിച്ച് ബോധമുള്ളവരായി നമ്മുടെ ഈ ശരീരം രൂപാന്തരപ്പെട്ട് മഹത്വമുള്ള ശരീരമാകണമെന്ന ബോധ്യത്തിൽ ജാതികളെ പോലെ ജീവിക്കാതെ, സഹനങ്ങളിൽ തളരാതെ, തിന്മകൾ കടിമയാകാതെ നമ്മുടെ ലക്ഷ്യം ജീവിക്കുന്ന ക്രിസ്തുവും അവൻ്റെ നിത്യരാജ്യവുമായിരിക്കണമെന്ന ബോധ്യം നമ്മെ ഭരിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.